അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയ്ക്ക് സമീപം കടലിനും കായലിനും ഇടയിലുള്ള ഒരു തീരദേശ പ്രദേശമാണ് അഞ്ചുതെങ്ങ്. മുൻകാലങ്ങളിൽ വിവിധ കൊളോണിയൽ ശക്തികൾ ഈ സ്ഥലം കൈവശപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1648 ഇവിടെ ആദ്യ വ്യാപാര കേന്ദ്രം സ്ഥാപിക്കുകയും അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിക്കുകയും ചെയ്തു. 1694 ആറ്റിങ്ങൽ രാജ്ഞി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അഞ്ചുതെങ്ങിൽ ഒരു ഫാക്ടറിയും കോട്ടയും സ്ഥാപിക്കാനുള്ള അവകാശം നൽകി. കേരളത്തിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രമായിരുന്നു അത്. 1695 അഞ്ചുതെങ്ങ് കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായി. 18-ാം നൂറ്റാണ്ടിലെ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ഈ കോട്ട പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഇന്ന് കേരള സർക്കാർ സംരക്ഷിച്ചു വരുന്ന ഒരു സ്മാരകമാണ് അഞ്ചുതെങ്ങ് കോട്ട. ഈ കോട്ടയുടെ സമീപത്തായി തന്നെ അഞ്ചുതെങ്ങിൽ ഒരു ലൈറ്റ് ഹൗസും പ്രവർത്തിക്കുന്നുണ്ട്. ആ ലൈറ്റ് ഹൗസിലും പൊതുജനങ്ങൾക്ക് സന്ദർശനമുണ്ട്. പക്ഷേ അഞ്ചുതെങ്ങ് കോട്ടയിലെ സന്ദർശകർക്ക് ഫ്രീയായി തന്നെ, തികച്ചും സൗജന്യമായി തന്നെ ഈ കോട്ട സന്ദർശിക്കുവാൻ അവസരമുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് സന്ദർശന സമയം. കോട്ട നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുന്നുണ്ട്. അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡും ഒപ്പം തന്നെ ഗൈഡും ആയി പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്. കോട്ടയ്ക്കുള്ളിൽ തന്നെ പണ്ടുകാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു കിണറും കുടിവെള്ള സംഭരണിയുമുണ്ട്. മറ്റു തരത്തിലുള്ള ബിസിനസ്സുകളോ മറ്റൊരു ഇടപാടുകളോ ആ കോട്ടയ്ക്കുള്ളിൽ നടക്കുന്നില്ല. നല്ല രീതിയിൽ തന്നെ അത് പരിപാലിപ്പിച്ചിട്ടുണ്ട്. കടലിനും കായലിനും മധ്യയുള്ള ഒരു കോട്ടയാണത്. 4 കൊത്തളങ്ങൾ കൂടിയ ഒരു കോട്ടയാണ്. കൊത്തളങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതെ, കൊത്തളങ്ങൾ എന്ന് പറഞ്ഞാൽ കോട്ടയ്ക്ക് മുകളിൽ കാവൽ ഭടന്മാർ പീരങ്കികളും മറ്റ് യുദ്ധക്കോപ്പുകളും സെറ്റ് ചെയ്ത് വയ്ക്കുന്ന ഒരു സ്ഥലമാണ്. ഇന്നത് കൊത്തളങ്ങളെന്ന് അന്നും ഇന്നും കൊത്തളങ്ങളെന്ന് പറയുമെങ്കിലും ഇന്ന് അവിടെ പീരങ്കികളോ മറ്റൊന്നുമില്ല. നമുക്ക് അവിടെ കയറി സന്ദർശിക്കാനായിട്ട് സാധിക്കും. വളരെ നയനമനോഹരമായ കാഴ്ചയാണ് ആ കോട്ടയിൽ നിന്നും കടലിലോട്ട് നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വ്യൂ ആണ് തരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ മറ്റു സന്ദർശക കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് വളരെ കുറച്ച് പേർ മാത്രമാണ് അവിടെ സന്ദർശിക്കുന്നതായിട്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ പറഞ്ഞുണ്ടായി. എനിക്ക് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുള്ളത്, മറ്റു സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നത് പോലെയും അതോടൊപ്പം തന്നെ മറ്റു സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതോടൊപ്പം തന്നെ ഈ അഞ്ചുതെങ്ങിലെ കോട്ടയും നിങ്ങൾ കാണണം എന്നാണ്. അഞ്ചുതെങ്ങ് കോട്ടയിലെ മറ്റു സവിശേഷതകളെന്ന് പറയുന്നത് അതിനുള്ളിൽ കിട്ടുന്ന നല്ല ഒരു കാറ്റാണ്. നല്ല രീതിയിലുള്ള കടൽക്കാറ്റ് അഞ്ചുതെങ്ങ് കോട്ടയെ വളരെ മനോഹരമായി ആസ്വദിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കുന്നതാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്കും അഞ്ചുതെങ്ങ് ശാന്തവും സുരക്ഷിതവുമായ ഒരു സ്ഥലമായി തോന്നും. മലിനീകരണമില്ലാത്ത വൃത്തിയുള്ള ബീച്ച്, വിശ്രമിക്കാൻ അനുയോജ്യമായ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നുണ്ട്. അഞ്ചുതെങ്ങ് കോട്ട പരിവേഷണം ചെയ്യുന്നത് അഞ്ചുതെങ്ങ് ലൈറ്റ് ഹൗസിൽ കയറുന്നതും പ്രവർത്തന സമയത്ത് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റിയ മികച്ച വിനോദ കേന്ദ്രങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണെന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കോട്ടയല്ല, അത് കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലെ ബേക്കൽ കോട്ടയാണ്. പള്ളിക്കര എന്ന ഗ്രാമത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. മംഗലാപുരം നഗരത്തിൽ നിന്നും 65 കിലോമീറ്റർ അകലെ 40 ഏക്കറിലായാണ്
ഈ കോട്ട വ്യാപിച്ചു കിടക്കുന്നത്. അഞ്ചുതെങ്ങ് കോട്ടയുടെ കഥ പറയുന്ന കൂട്ടത്ത് നമ്മൾ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയുടെ കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള പള്ളിപ്പുറം കോട്ടയെക്കുറിച്ചാണ്. ഈ പള്ളിപ്പുറം കോട്ട ആരാണ് പണി കഴിപ്പിച്ചതെന്നറിയാമോ? അത് 1503 സെപ്റ്റംബർ 27 പോർച്ചുഗീസ് നാവികർ തടി മാത്രം കൊണ്ട് നിർമ്മിച്ച ഒരു കോട്ടയാണ്. പിന്നീട് 1505 തടി ഘടനയ്ക്ക് പകരം കല്ലുപയോഗിച്ച് നവീകരിച്ചു. ഇന്ത്യയിലെ നിലവിലുള്ള ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ കോട്ടയാണത്. 1663 ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുക്കുകയും 1789 തിരുവിതാംകൂർ രാജ്യത്തിന് വിൽക്കുകയും ചെയ്തു. അപ്പോൾ ശരിയെന്നാൽ കോട്ടയുടെ കഥ പറച്ചിൽ തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും അഞ്ചുതെങ്ങ് കോട്ടയുടെ വീഡിയോ ആണ് കാണുന്നത്. പൂർണ്ണമായും അഞ്ചുതെങ്ങ് കോട്ടയുടെ വീഡിയോ കണ്ട് പുതിയ കേരളത്തിൻ്റെ മറ്റു കോട്ടകളെക്കുറിച്ചുള്ള അടുത്ത വീഡിയോകളുമായി ഞാൻ ഉടനെ വരുന്നതാണ്. നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങ് കോട്ട, അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ലൈറ്റ് ഹൗസും ഉടനെ തന്നെ എല്ലാ പ്രേക്ഷകരും കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഈ അഞ്ചുതെങ്ങ് കോട്ടയോടൊപ്പം തന്നെ നിങ്ങൾ പള്ളിപ്പുറം കോട്ടയും കാണുക. ഒപ്പം തൽക്കാലം ഞാനിവിടെ വാങ്ങുന്നു. വീഡിയോ തുടർന്ന് കാണുക. നന്ദി.